ബസിയാർ അങ്ങനെ ഈ രാഷ്ട്രീയമായിട്ടൊക്കെ തന്നെ വലിയ വിമർശനങ്ങൾ പോലീസിനും രാഷ്ട്രീയക്കാർക്കും എതിരെയൊക്കെ തന്നെ പ്രതികൾക്കൊപ്പം നിൽക്കുന്നതടക്കം ഉയർത്തിപ്പിടിച്ച് സമരപാതയിലേക്ക് ഇറങ്ങിയ ആളുകളാണ് ഈ മാതാപിതാക്കളൊക്കെ. അപ്പോൾ ഈ മാതാപിതാക്കൾ കൂടി ഈ കേസിലേക്ക് പ്രതിയേർക്കപ്പെടുന്നു, പ്രധാനപ്പെട്ട വകുപ്പുകൾ ചുമത്തപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഗൗരവമല്ലേ ഇത്? അല്ല, എനിക്ക് അതിൽ വളരെ വിചിത്രമായൊരു തമാശയാ തോന്നുന്നത് മാഷ്. കാരണം എന്താ വെച്ചാല് ഈ മാതാപിതാക്കളാണ് ഞങ്ങളെ നുണപരിശോധന നടത്തണം എന്ന് പറഞ്ഞ് പോലീസിന് CBI അടുത്ത് ചെന്നത്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, മാതാപിതാക്കൾ പ്രേരിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഒരു കാര്യം ഉറപ്പായി, ഇത് ആത്മഹത്യ മാത്രമാണ്. അവിടെ തന്നെയാണ് നമ്മുടെ പ്രശ്നം. ഇത് ആത്മഹത്യയല്ല, ഇതിൽ കൊലപാതകമുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ വളരെ കൃത്യമായി സംശയിക്കുന്നത്. കൊലപാതകം ആരുടെ ആവശ്യത്തിന് നടത്തി? അച്ഛനും അമ്മയും ആദ്യത്തെ കുട്ടി കൊല്ലപ്പെട്ടത് വേണമെങ്കിൽ വാദത്തിന് വേണ്ടി 13 വയസ്സായ ഒരു കുട്ടിയാണ്. 9 വയസ്സായ കുട്ടി ആത്മഹത്യ ചെയ്തു എന്ന് പറയാൻ ആ കുട്ടി ആത്മഹത്യക്ക് അച്ഛനും അമ്മയും പ്രേരിപ്പിച്ചു എന്ന് പറയുന്ന വളരെ വിചിത്രമായ ഒരു കേസാണ്. എനിക്ക് മനസ്സിലായിട്ടില്ല, ഒരു സംശയവും വേണ്ട. ഇത് CBI ഒന്നാമത്തെ കുറ്റപത്രം തള്ളിക്കളഞ്ഞു പോക്സോ കോടതി. അത് കഴിഞ്ഞ് അവർ കോടതി മാറ്റി കൊച്ചിയിലേക്ക്. അത് അവരുടെ താല്പര്യമാണ്. ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറെ വെക്കണം, സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ, അമ്മയ്ക്ക് വിശ്വാസമുള്ള ആൾ വേണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടാൽ അത് എവിടത്തെ നീതിയാണ്? അതുപോലെ സമ്മതിച്ചില്ല. അപ്പൊ ഇതിൽ സ്ഥാപിത താല്പര്യങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ കാണുന്നത് ഈ കുറ്റപത്രത്തിൽ. അതെന്താണ് സ്ഥാപിത താല്പര്യം എന്നുള്ള അറിയണമെങ്കിൽ കുറച്ചുകൂടി കഴിയണം.